ചേറ്റൂർ ശങ്കരൻ നായരുടെ അനുസ്മരണ ദിനമാണ് ഇന്ന്. അദ്ദേഹത്തെ കോൺഗ്രസും ബി.ജെ.പിയും അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് വെവ്വേറെ യോഗങ്ങൾ നടത്തുന്നുണ്ട് പാലക്കാട്. ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിച്ചു എന്ന് ആരോപിച്ചാണ് ബി.ജെ.പിയുടെ അനുസ്മരണ യോഗം. രാവിലെ 7:30 മങ്കരയിലെ ചേറ്റൂർ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മങ്കര വെള്ളറോഡ് നടക്കുന്ന സമ്മേളനം ബി.ജെ.പി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. പ്രസാദ് ഉറുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, അങ്ങനെ ചേറ്റൂരിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഈ പാലക്കാട് നടക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ അനുസ്മരണമാണ്. ബി.ജെ.പിയുടെ അനുസ്മരണം തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും ബി.ജെ.പി അദ്ദേഹത്തെ ചൂണ്ടയിടാൻ നീക്കം നടത്തുമ്പോൾ കോൺഗ്രസും കടുപ്പിക്കുകയാണ്. സാധാരണ ഈ ഏപ്രിൽ 24-ന് പാലക്കാട് DCCയിൽ മാത്രമാണ് അനുസ്മരണം നടത്തിയിരുന്നത് എങ്കിൽ ഇത്തവണ KPCCയും അനുസ്മരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ യോഗങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? സതിലക്ഷ്മി, ഈ രണ്ട് പാർട്ടികളും ബി.ജെ.പിയും കോൺഗ്രസും അനുസ്മരണം നടത്തുന്നു എന്നുള്ള രാഷ്ട്രീയ കൗതുകം തന്നെയാണ്. എനിക്ക് പുറകിൽ നിൽക്കുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചേറ്റൂരിൻ്റെ സ്മൃതി കുടീരത്തിന് സമീപത്താണ്. ഇവിടെ ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ബി.ജെ.പി ഇവിടെ ഈ സ്മൃതി മണ്ഡപം അലങ്കരിച്ച് ചേറ്റൂരിൻ്റെ ഛായാചിത്രം ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ കൊടിയും നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാ വർഷവും കോൺഗ്രസിൻ്റെ KPCCയുടെ സംസ്കാര സംഘടനയായ സാംസ്കാരിക സാഹിതിയാണ് ഇവിടെ പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. പുഷ്പാർച്ചന നടത്തുകയും യോഗം ചേരുകയും എല്ലാം തന്നെ അവരാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ വിവാദമായതോടുകൂടി തന്നെ കോൺഗ്രസ് KPCCയും അതോടൊപ്പം പാലക്കാട്, കണ്ണൂർ DCCകളും അനുസ്മരണ യോഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ബി.ജെ.പി ഈ ഒരു വിവാദത്തിലേക്ക് വരുന്നത് പ്രധാനമന്ത്രി ഹരിയാനയിൽ ചേറ്റൂരിനെ കുറിച്ച് അനുസ്മരിക്കുകയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി അവിടെ ചേറ്റൂരിൻ്റെ കുടുംബം സന്ദർശിക്കുകയും ചെയ്തു. തൊട്ട് പിന്നാലെ ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി.ജെ.പി ഇവിടെ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും ഇന്ന് വെച്ചിട്ടുള്ളത്. ഇതൊരു വലിയ കൗതുകം തന്നെയാണ്. കാരണം ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഒരു നേതാവിൻ്റെ അനുസ്മരണ ദിനത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും സ്മൃതി കുടീരത്തിൽ ഒരുപോലെ അവരുടെ കൊടികൾ വെച്ച് അലങ്കരിച്ച് ഈ വലിയ മാലയൊക്കെ ചാർത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ബി.ജെ.പിയുടെ പുഷ്പാർച്ചന നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം ആണ് യോഗമുള്ളത്. അത് മങ്കരയിലാണ്. ഇവിടെ നിന്ന് മാറി മങ്കരയിലാണ് യോഗം. ഇത് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവിടെ എത്തി അവർ പുഷ്പാർച്ചന നടത്തി. അവരും പറളിയിലെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലാണ് യോഗം ചേരുക. എന്തായാലും വി.കെ. ശ്രീകണ്ഠൻ ആ യോഗം ഉദ്ഘാടനം ചെയ്യും. വി.കെ. ശ്രീകണ്ഠനും ഇവിടേക്ക് വരും എന്നുള്ളതാണ്. എന്തായാലും വാക്ക് തർക്കങ്ങൾ സതിലക്ഷ്മി പറഞ്ഞ പോലെ ഒരു നേതാവിനെ ചൊല്ലി ഉള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചേറ്റൂർ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ഏക മലയാളിയാണ്. അദ്ദേഹത്തിന് അർഹമായ പരിഗണന കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ ബി.ജെ.പി ഉയർത്തുന്ന ആരോപണം. എന്നാൽ കോൺഗ്രസ് പറയുന്നത് അങ്ങനെ അവഗണിച്ചിട്ടില്ല, അർഹമായ എല്ലാ ആദരവും ചേറ്റൂരിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു രാഷ്ട്രീയ കൗതുകം തന്നെയാണ് അത്തരം ഒരു കാഴ്ചയിലേക്ക്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം എത്തും. പോലീസ് എല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊരു നമ്മൾ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പും ഈ ഇത്തരത്തിലുള്ള പുഷ്പാർച്ചനയൊക്കെ നടക്കുന്ന സമയത്ത് പോലീസ് ഇവിടെ എത്തിയിരുന്നില്ല. അപ്പോൾ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു ടീം പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം അവർ മടങ്ങിപ്പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ കൊടികൾ മറ്റൊരു പാർട്ടി വന്നിട്ട് വീണ്ടും അത് എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും സതിലക്ഷ്മി, നമുക്ക് കാണാം. എന്തായാലും ഇവിടെ ആളുകൾ ഇപ്പോൾ ബി.ജെ.പിയുടെ എല്ലാം തന്നെ നേതാക്കളും കൂടുതൽ പോലീസും എല്ലാം തന്നെ ഇവിടേക്ക് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കാഴ്ചകൾ കൗതുകകരമാണ്. ഈ കാഴ്ച കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത് നമ്മുടെ മറ്റേ സന്ദേശ സിനിമയിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ രക്തസാക്ഷിയെ ചൊല്ലിയുള്ള തർക്കമാണ്. ഇവിടെ രക്തസാക്ഷി ആരുടേതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആരുടെ രക്തസാക്ഷിയാണെന്നൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു വിഭാഗം, അങ്ങനെയല്ല ഞങ്ങൾ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം, പലതരത്തിലുള്ള രാഷ്ട്രീയ കൗതുകങ്ങൾക്ക് കൂടി നമ്മുടെ നാട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. പാവപ്പെട്ട ജനങ്ങളല്ലേ, രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് എന്ത് തീരുമാനമെടുക്കും? എങ്ങനെ ഇതിലൊരു ചിരിക്കാതിരിക്കാൻ വകയില്ല അല്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. കോൺഗ്രസിന് തന്നെ ആദ്യത്തെ മലയാളി ദേശീയ അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം നടക്കുന്ന ഓരോരോ അത് മരണശേഷമല്ല, ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം നടക്കുന്ന ഓരോരോ രാഷ്ട്രീയ നാടകങ്ങളും